പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്കെതിരായ ഇഡി നടപടികളെ പ്രതിരോധിക്കാതെ സിപിഐഎം സമൻസിനെ നേരിടേണ്ടത് വീണയാണെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനും വീണയ്ക്കും സമൻസ് അയക്കുന്നത് രണ്ടും രണ്ടാണെന്നും ശൈലജ പറഞ്ഞു. സമൻസ് വരട്ടെ, അവർ അതിൻ്റെ രേഖകളെല്ലാം ഹാജരാക്കും. അപ്പോൾ ഈ കാര്യമില്ലാത്ത കാര്യമാണെന്ന് കാണുമ്പോൾ അങ്ങനെ അന്വേഷിച്ച് തെറ്റായിപ്പോയെന്ന് പറയണം. മകൾ ഒരു കമ്പനി ഉണ്ടാക്കി, ആ കമ്പനി മറ്റ് കമ്പനികളുമായിട്ട് ചില കരാറിൽ ഏർപ്പെട്ടു. അതിനാണല്ലോ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഇപ്പം അത് പ്രതിപക്ഷ നേതാവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യം ആ കേസിലില്ലല്ലോ. വീണയ്ക്കായി പാർട്ടി ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസും വ്യക്തമാക്കി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇഡി നീക്കങ്ങളെ അംഗീകരിക്കില്ലെന്നും കൃഷ്ണദാസ് പറഞ്ഞു. അതിൽ CPM അതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. വീണയ്ക്കല്ലേ സമൻസ്. അത് വീണ അതൊക്കെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയും കഴിവുള്ള ഒരു ലേഡിയാണ്. അവരത് നോക്കിക്കോളാം. അവരുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കും. പാർട്ടിക്ക് അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. വീണയ്ക്കല്ലേ സമൻസ്. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, നേരത്തെ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ വരുമ്പോൾ പറഞ്ഞിരുന്ന കാര്യം ഈ വീണയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ പാർട്ടി ഒന്നാകെ ഇറങ്ങുന്നു എന്നതൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായി തന്നെ CPIM നിലപാട് വ്യക്തമാക്കുകയാണ്. വീണയുടെ കേസ് വീണയായി തന്നെ നേരിടുക, അത് പ്രതിപക്ഷ നേതാവിന്റെ നേർക്ക് വരുമ്പോൾ പാർട്ടി ആ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് പറയുകയാണ് നേതാക്കൾ. രുചിഷ്, തീർച്ചയായും ഇക്കാര്യത്തിൽ EDയുടേത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഇടപെടലുകളാണെന്നും അതിനൊപ്പം തന്നെ അത് പിണറായി വിജയനെയും CPIMനെയും ഒക്കെ ലക്ഷ്യമിട്ട് ആണ് എന്ന തരത്തിലേക്ക് പറഞ്ഞു വയ്ക്കുമ്പോഴും ഈ വീണയ്ക്ക് സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അക്കാര്യങ്ങളെ നിയമപരമായി വീണ തന്നെ നേരിടും എന്ന് തന്നെയാണ് CPIMന്റെ നേതാക്കൾ അവരുടെ പ്രതികരണങ്ങളിലൂടെ പറയുന്നത്. ഇപ്പോൾ കെ ശൈലജ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്, ഇത്തരത്തിൽ വീണയ്ക്കെതിരെ അങ്ങനെ ഒരു സമൻസ് ലഭിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ വീണ ഹാജരാക്കും. നിയമപരമായി വീണ നേരിടുകയും ചെയ്യും. ഈ പിണറായി വിജയനെയും വീണയെയും രണ്ടുപേരെയും രണ്ടായി തന്നെ കാണണം. രണ്ടുപേർക്കും ED സമൻസ് അയക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടായി തന്നെ കാണണം എന്നുള്ളതാണ് കെ ശൈലജ അവരുടെ പ്രതികരണത്തിൽ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയനെ ആ നിലയ്ക്ക് ED ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ സമൻസ് അയക്കാനോ ഒക്കെ പോകുന്നു. അതുവഴി ഒരു വേട്ടയാടൽ എന്ന പ്രതീതി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും CPIM അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. എന്നാൽ വീണയ്ക്കെതിരെ വരുന്ന ഇത്തരം നടപടികളെ വീണ തന്നെ അതിനെ പ്രതിരോധിക്കും. വീണ അത്തരത്തിൽ അങ്ങനെ വീണ കമ്പനി രൂപീകരിച്ച് ആ കമ്പനിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് കെ ശൈലജ പറഞ്ഞു വയ്ക്കുന്നത്. സ്വാഭാവികമായും NN കൃഷ്ണദാസിന്റെ പ്രതികരണത്തിലും അതുതന്നെയാണ് വരുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് EDയുടെ നീക്കങ്ങളെങ്കിൽ അതിനെ പ്രതിരോധിക്കും, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. പക്ഷേ വീണയ്ക്ക് വേണ്ടി CPIM അങ്ങനെ ഇടപെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അവർ അതിന് പ്രാപ്തിയുള്ള, അതായത് അവർക്കെതിരെ വരുന്ന ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാൻ നിയമപരമായി തന്നെ അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കി പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആളാണ്. അതുകൊണ്ട് അതിനുവേണ്ടി പാർട്ടി രംഗത്ത് വരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് NN കൃഷ്ണദാസിൻ്റെ പ്രതികരണത്തിലും വരുന്നത്. ഏതായാലും CPIM ഇക്കാര്യത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു നിലപാട് ഈ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയനെതിരെ ഇത്തരത്തിൽ EDയുടെ നീക്കം വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് CPIMനെതിരായ രാഷ്ട്രീയ നീക്കം എന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കാനും പ്രതിരോധിക്കാനും തന്നെയാണ്. അതേസമയം വീണയ്ക്കെതിരെയുള്ള കേസും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും അതിനെ വീണ പ്രതിരോധിക്കും. കാരണം വീണയുടെ വ്യക്തിപരമായ കാര്യമാണ് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് CPIM നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. CPIM എടുക്കാൻ പോകുന്ന നിലപാടും ഒരുപക്ഷെ അതുതന്നെ ആവാനാണ് സാധ്യതയും.